പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരുപാട് തവണ വായിക്കുകയും എല്ലാ ദിവസവും വായിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്ന ഒരു വചനമുണ്ട്, ഒരു വചനഭാഗമുണ്ട്. ആ വചനഭാഗം നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ പോവാം. അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ആ വചനത്തിനകത്ത് ഭയങ്കര അഭിഷേകമുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഒന്ന് പറ്റാവുന്നതുപോലെ ഒന്ന് എക്സ്പ്ലെയിനബിളായിട്ടൊന്ന് കേൾക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ആ വചനഭാഗം പറയാം. പക്ഷെ അത് ഉള്ളിൽ ഭയങ്കര കരുത്ത് വരുന്ന വചനഭാഗമാണ്. നമുക്ക് ഉള്ളിൽ ഒരു ശക്തി ലഭിക്കട്ടെ. എഫേസസ് ആ വചനമാണ് കേൾക്കാൻ പോകുന്നത്. എഫേസസ് 6 അധ്യായം ആത്മീയ സമരം. അതിങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളിൽ വലിയ അഭിഷേകം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എഫേസസ് 6:10 അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും അവസാനമായി കരുത്തുള്ളവരാകുവിൻ. അതായത് എൻ്റെ കരുത്ത്, എൻ്റെ ശക്തി എന്താണ്? എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഒരാളെ നോക്കിയിട്ട് ഞാൻ ശക്തനാണെന്ന് ഞാൻ പറയുമ്പം എന്താണ് എൻ്റെ മെയിൻ ശക്തി? എൻ്റെ എക്സ്പീരിയൻസുകളാണോ, എൻ്റെ അനുഭവങ്ങളാണോ, എൻ്റെ ചിന്തകളും എൻ്റെ കഴിവുകളുമാണോ എൻ്റെ ശക്തി? അതോ കർത്താവാണോ എൻ്റെ ശക്തി? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യാക്കോബ് 4:15 അവൻ ആത്മാവിനെ നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു, അവൻ അതിനെ അസൂയോടെ അഭിലഷിക്കുന്നു. നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു. യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ ഉള്ളിൽ ശക്തനായ ഈശോ ഉണ്ട്. ഈശോ ആണ് എൻ്റെ ശക്തി എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ക്രിസ്തുവിന്റെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാകുകയും, ക്രിസ്തുവിന്റെ പ്രാഭവത്തിലായിരിക്കണം കരുത്തുള്ളവരാകണം. 1 കോറിന്തോസ് 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എൻ്റെ അഭിമാനം കർത്താവിലാണോ? എൻ്റെ ശക്തി കർത്താവിലാണോ? എൻ്റെ ശക്തി കർത്താവിലല്ലെങ്കിൽ, എൻ്റെ ശക്തി എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ, എൻ്റെ ശക്തി എൻ്റെ കഴിവുകളിലാണെങ്കിൽ, എൻ്റെ ശക്തി കർത്താവിലാക്കാൻ വചനം പറഞ്ഞു. എഫേസസ് 6:10 അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഒന്നാമത്തെ കാര്യം, സാത്താൻ ഈ കുടില തന്ത്രവുമായിട്ട് നമ്മളെ കറങ്ങി നടക്കുന്ന ഒരു ബോധ്യമാണ്. 1 പത്രോസ് 5:8 അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് അവൻ നിനക്ക് ചുറ്റും നടക്കുന്നു. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് അവനിങ്ങനെ ചുറ്റും നടക്കുവാണ്. അവനിങ്ങനെ ചുറ്റും നടക്കുമ്പം അവനെ തകർക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം. അവനിങ്ങനെ പെടുത്താൻ വേണ്ടി നടക്കുക. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പെടുത്താൻ വേണ്ടി ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്ന് അവൻ നടക്കുന്നുണ്ട്. അവനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മളെ ഇപ്പം ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പം, ഒരാൾ കുറ്റപ്പെടുത്തുമ്പം, നമ്മളെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഫൈറ്റ് അയാൾക്കെതിരെയാണ്. അല്ല, നമ്മുടെ ഫൈറ്റ് സാത്താനെതിരെയാണ്. നമ്മുടെ ഫൈറ്റ് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ്. ഈ ഒരു ബോധ്യമുള്ളവൻ അവൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. അവൻ്റെ യുദ്ധക്കളത്തിലാണെന്നൊരു ബോധ്യം അവനുണ്ടെങ്കിൽ അവൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. അവൻ്റെ ലൈഫിൽ പേഴ്സണൽ പ്രയർ ഉണ്ടാവും, അവൻ വചനം വായിക്കും, അവൻ കുർബാന കാണും, അവനിങ്ങനെ ഈശോയുടെ പ്രാഭവത്തിൽ ഇവൻ കരുത്തുള്ളവനായി ജീവിക്കും. കാരണം അവനറിയാം യുദ്ധക്കളത്തിലാണ്. എല്ലാ ആൾക്കാരും നമ്മളോട് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, ഒരാൾ നമ്മളെ വെറുക്കുന്നു. അപ്പം നമ്മൾ അയാൾക്കെതിരെ വെറുക്കാതെ അവൻ്റെ ഉള്ളിലുള്ള അരൂപിയാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈശോയെ അവൻ്റെ ഉള്ളിലുള്ള വെറുപ്പിൻ്റെ അരുവ് വിട്ടുപോട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു മാനസാന്തരം സംഭവിക്കും. നമ്മൾ അങ്ങനെ വേണം നമ്മുടെ ലൈഫ് നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഇതുപോലെ കാണാൻ പറ്റുവാണെങ്കിൽ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനെതിരെയല്ല, രക്തത്തിനെതിരെയല്ല, പിശാചിനെതിരെയാണ്. അവൻ്റെ ഉള്ളിലുള്ള പിശാചിനെതിരെയാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. അവരുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ പേഴ്സണലി കൂടുതൽ പ്രയർഫുൾ ആവും. സോ ഈ ഒരു വചനം നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും നമ്മൾ എന്താണെന്നുള്ളൊരു കാര്യവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുന്നൊരു വചനമാണ്. നമ്മുടെ യുദ്ധക്കളത്തിലാണ്, പിശാചിനെതിരെയുള്ള യുദ്ധക്കളത്തിലാണ് നമ്മളെന്നുള്ളത് നമ്മളെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എഫേസസ് 6:12 അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ ലൈഫിൽ മടുത്തു പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിതം മടുത്തു എന്നൊക്കെ പറയുന്നതിനൊക്കെ പിന്നിൽ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു കുറവുണ്ട്. നമ്മളിങ്ങനെ ഈ ജീവിതത്തിൽ നമ്മൾ മടുപ്പിക്കുന്ന ആൾക്കാർ അവരാണ് ഇതിൻ്റെ പ്രശ്നക്കാരൻ, ഇല്ലാതെ പിശാചല്ല പിശാചാണ് പ്രശ്നക്കാരൻ എന്നൊരു കാര്യം ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ മടുപ്പിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവരുള്ളിൽ അരുവ് വിട്ടുപാറാൻ പ്രാർത്ഥിക്കും. ഈശോയെ ഇവരെന്നോട് ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും.
അങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ കർത്തവ്യങ്ങൾ കുറച്ചുകൂടെ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്ക് വരും. 1 കൊരിന്ത്യർ 13 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എല്ലാ കാര്യങ്ങളും കുറേ കൂടെ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ആരും പർപ്പസ്ഫുള്ളി നമ്മളെ ചെയ്യുന്നതല്ല, നമ്മളൊന്നും ചെയ്യുന്നതല്ല. ഇതെല്ലാം അവൻ്റെ ഉള്ളിലുള്ള അരൂപിയുടെ പ്രവർത്തനമാണ്. ഈ ഒരു ബോധ്യം വന്നപ്പോൾ നമ്മളിങ്ങനെ അവൻ്റെ അരൂപിയെ തോൽപ്പിക്കാൻ കൊളോസോസ് 3:15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ വിജയം ആഘോഷിച്ചാണ് അവയെ അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. ആധിപത്യങ്ങളെ നിരായുധമാക്കി. ഈ ഒരു ബോധ്യമുള്ളവൻ, ഇവൻ്റെ ഉള്ളിലുള്ള പൈശാചിക അരൂപിയാണ് ഇവൻ ചെയ്യുന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, പേഴ്സണൽ പ്രെയർ കൂടുതൽ ഫോക്കസ് ചെയ്യും. നമ്മുടെ പ്രാർത്ഥന വളരുന്നതനുസരിച്ച് ഈ ഉണ്ടാവുന്ന കാര്യങ്ങളെയൊക്കെ സമാധാനത്തോടെ നേരിടാനുള്ള കൃപ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കർത്തവ്യങ്ങൾ കുറേ സ്നേഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് പറയുകയാണ് ഈ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. ആയുധങ്ങൾ എന്തൊക്കെയാണ്? അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി. സത്യം എന്താണ്? സത്യം വചനമാണ് സത്യം. എന്താണ് സത്യം? ഈശോ ആണ് സത്യം. ഈശോ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാൻ 17:17 അവിടുത്തെ വചനമാണ് സത്യം. അവർ സത്യത്തെ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. അവർ സത്യത്തെ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു. ഈ വചനം സത്യമാണ്. ഈ ഒരു ബോധ്യമുള്ളവൻ അതുകൊണ്ട് അരമുറുക്കും. നമ്മൾ അരമുറുക്കാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അരമുറുക്കാതെ നമ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങിയാലേ നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ അരയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതിങ്ങനെ പാൻറ്റ് ഊരി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ പതറിപ്പോവും. ആ ദിവസം മൊത്തം പതറിപ്പോവും. ഒരു കാര്യം നന്നായിട്ട് മെനക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിങ്ങനെ എപ്പോൾ ലൂസാവും എന്ന് ഓർത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ അര മുറുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്, നമ്മൾ നടക്കും. ഒരു വിഷയമില്ലേ, ഒരു വിഷയം വരുന്ന സമയത്ത് അര മുറുക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങ് പോയാൽ മതി, മുമ്പോട്ടങ്ങ് പോയാൽ മതി. പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്താണ്? അതൊരു പ്രശ്നം വരുന്ന സമയത്ത് വചനം ഉള്ളിലുണ്ടെങ്കിൽ, ഈശോ ഉള്ളിലുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനുള്ള വചനം എന്നാ നമുക്കറിയാം. വചനം പഠിച്ചവനാണെങ്കിൽ ഒരു പ്രശ്നം മുമ്പിൽ വരുമ്പോൾ ഇതിനെ എങ്ങനെ എതിർക്കണം, വചനം എന്താണ് നമുക്കറിയാം. അപ്പം നമുക്ക് അത് വെച്ച് ആ പ്രശ്നത്തെ എതിർക്കാൻ നമുക്ക് പറ്റും. എന്താണ് വിഷയം? ഒരാൾ നമ്മളെ വിഷമിപ്പിച്ചു, ഈശോ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ അയാൾക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരു അസ്വസ്ഥത ഉണ്ടായി, വചനം യോഹന്നാൻ 14:1 നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തെ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മതി. ഒരു പ്രലോഭനം ഉണ്ടാകുന്നു. അപ്പം 1 കൊരിന്ത്യർ 10:13 ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ഞാൻ തരും. ഈ വചനം ഉള്ളിലുണ്ടെങ്കിൽ ആ പ്രലോഭനം എതിർക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അപ്പോൾ വചനം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റും. വചനം കൊണ്ട് അരമുറുക്കി, സത്യം കൊണ്ട് അരമുറുക്കി മുമ്പോട്ട് പോകണം. ഈ വചനം ഉള്ളിലില്ലെങ്കിലോ ഈ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തകർന്നു പോകും, പതറിപ്പോവും. സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു. എന്താണ് നീതി? 1 കൊരിന്ത്യർ 1:31 ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആഗ്രഹിക്കുന്നു. അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും. ഈശോയാണ് നീതി, ഈശോയാണ് നീതി, ഈശോയാണ് നീതി. ഈശോ നീതിയാണെന്ന്, ഈശോ നീതിയാണ്, നീതിയുടെ കവചം ധരിച്ച്, ഈശോയുടെ കവചം ധരിച്ച് റോമ 13:14 നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ, ദുർമോഹങ്ങളെ നയിക്കത്തക്ക ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ, യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു വചനമുണ്ട് ഫിലിപ്പി 3:9 പിന്നെയോ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവർ നീർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവന്റെ എന്താണ് വിശ്വാസത്തിൽ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി? നീതി എന്താണെന്ന് പറയുവാണ്, അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിന്. ഈശോയുടെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഞാൻ അറിയുക, ഈശോയെ ഞാൻ അറിയുക, അവന്റെ സഹനത്തിൽ പങ്കുചേരുക, അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുക, അവന്റെ സഹനത്തിൽ പങ്കുചേരുക. ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുക, അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുക, അവനെ അറിയുക, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയുക. ഈ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തിയെ നമ്മളിങ്ങനെ കവചമായിട്ട് ധരിക്കണം. ഈശോയുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ഭയങ്കര സഹനത്തോടെ കടന്നു പോയ ഒരു മനുഷ്യനുണ്ട് പറഞ്ഞ കാര്യമുണ്ട്. പുള്ളി ഭയങ്കര അസുഖമാണ്, പുള്ളിക്ക് ഭയങ്കര അസുഖമാണ്. ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം 26:3 എന്നോട് പറയും, അവിടുന്ന് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു. പുള്ളി ഭയങ്കര സമാധാനത്തിലാണ്. കാരണം പുള്ളിക്കറിയാം ഇതൊക്കെ ഈശോയുടെ, പുള്ളി ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്ന സമയത്ത് ഈശോയുടെ മരണത്തോട് താതാത്മ്യപ്പെടലാണ്. അവന്റെ ശക്തിയെ പുള്ളിക്കറിയാം, പുനരുദ്ധാനത്തിന്റെ ശക്തിയെ പുള്ളിക്കറിയാം, ഈശോയെ പുള്ളിക്കറിയാം. നമുക്ക് ഈശോയുടെ മരണത്തോട് താതാത്മ്യപ്പെടുക, അവന്റെ സഹനത്തിൽ പങ്കുചേരുക, ഓരോ കാര്യങ്ങളെ അങ്ങനെ കാണാൻ പറ്റുവാണെങ്കിൽ
പിശാചിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. കാരണം പിശാചിന് എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചാലും ഈ ഈശോയുടെ സഹനത്തോട് പങ്കുചേരലാണ്, അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടലാണ് എന്നൊരു ബോധ്യം ഉള്ളിലുള്ളവൻ കൃത്യമായിട്ട് അവന് മുമ്പോട്ട് പോകാൻ പറ്റും. എഫെസോസ് 6:15 സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. അതായത് ഈ നമ്മളിങ്ങനെ ഒരുങ്ങിയിരിക്കണം, സുവിശേഷം പറയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം. അതല്ലാതെ ഇങ്ങനെ ഒരാൾ നമ്മുടെ ഒരു വിഷമം പറയുന്ന സമയത്തെ ഞാനൊന്ന് പഠിച്ചിട്ട് വരാമെന്നോ പ്രാർത്ഥിച്ചിട്ട് വരാമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോവല്ല ചെയ്യണ്ടേ. നമ്മൾ ഈ പാദരക്ഷ ധരിച്ചുകൊണ്ടിരിക്കണം, റെഡി ആയിട്ടിരിക്കണം. ചെരുപ്പിടാൻ പോണ നേരം പോലും ഇല്ല, ഒട്ടന്നെ റെഡി ആയിക്കോണം. ഒരാളൊരു വിഷയം വന്ന് നമ്മുടെ അടുത്ത് വന്നാൽ അയാളോട് ഈശോയെക്കുറിച്ച് പറയാനോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അയാളുടെ ഒരു വചനം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പവർ നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാമെന്ന് പറയരുത്. പാദരക്ഷ ധരിച്ച് സമാധാനത്തിനുള്ള സുവിശേഷം ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ച് പോകുവിൻ. റെഡി ആവാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ഇപ്പം തന്നെ റെഡി ആയിരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയുള്ളവൻ, വചനവായനയുള്ളവൻ, ഈശോയെ നോക്കിയിരിക്കുന്നവൻ, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ, അവൻ എപ്പോഴും റെഡി ആയിരിക്കും. ഒരാൾ എപ്പോൾ വന്നാലും അവൻ ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടി അവൻ റെഡി ആയിരിക്കണം. നിങ്ങൾ എല്ലാ സമയവും ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുന്ന വചനം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ നിമിഷവും നമ്മളിങ്ങനെ റെഡി ആയിരിക്കണം. അവന് വചനം പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതം വചനം പറയുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കണം ഓരോ നിമിഷവും. അതിനിങ്ങനെ പാദരക്ഷ ധരിച്ചുകൊണ്ട് റെഡി ആയിട്ടിരിക്കുക. അതിനൊരു ഒരുങ്ങാനുള്ള ഒരു സമയമൊന്നുമില്ല. ഒരാൾ വന്നാൽ അപ്പം തന്നെ അവനെ ഈശോയെ കൊടുക്കാൻ വേണ്ടിയുള്ള റെഡിനെസ് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ചിലപ്പോൾ പേഴ്സപ്പർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, വചനവാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിങ്ങനെ റെഡിയാക്കി കണ്ടുപിടിക്കും. നമ്മളിങ്ങനെ അതിനുവേണ്ടി തയ്യാറാവണം. പേഴ്സപ്പർ ഉണ്ടാവണം, വചനവായന ഉണ്ടാവണം. അപ്പോഴേക്കും നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്നാലേ അവൻ ഈശോയെ കൊടുക്കാനുള്ളൊരു ധൈര്യം നമുക്ക് അന്നേരം ഉണ്ടാവും. എഫെസോസ് 6:16 സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. ഈ ജ്വലിക്കുന്ന കൂരമ്പുകൾ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിനെ കെടുത്തണമെങ്കിൽ നമുക്ക് വേണ്ടൊരു സാധനം വിശ്വാസമാണ്. വിശ്വാസമാണ് വേണ്ടത്. ഹെബ്രായ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം വഴി അവൻ നീതി നടപ്പാക്കി, രാജ്യങ്ങൾ കീഴടക്കി, സിംഹത്തിന്റെ വായുകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായത്തേരിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വചനങ്ങളുണ്ട്. വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ നമ്മൾ പതറിപ്പോകാൻ കാര്യമില്ല, വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അതായത് ഈ പ്രശ്നത്തെക്കാളും ശക്തമായ ഒരുത്തൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നൊരു വിശ്വാസം എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള വചനത്തിന് ശക്തിയുണ്ട് എന്ന വിശ്വാസം എനിക്കില്ല. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന വിശ്വാസം എനിക്കില്ല. ഈ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ശക്തിയൊക്കെ വെച്ചങ്ങ് സ്തുതിച്ചാൽ മതി. എന്ത് കൂരമാണെങ്കിലും അത് കിട്ടുപോകും. എന്ത് കൂരമാണെങ്കിലും അത് കിട്ടുപോകും. ഹെബ്രായ 14 നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തെ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുമ്പം ഒരു കാരണവശാലും ഹൃദയം അസ്വസ്ഥമാകത്തില്ല എന്ന് വചനം പറയുന്നു. അപ്പം നമ്മൾ ഈ ദുഷ്ടനെ ജ്വലിക്കുന്ന കൂരമ്പുകളിൽ നമ്മൾ നശിച്ചു പോകാൻ കാര്യം എന്നാ, നമ്മളിങ്ങനെ കെട്ടുപോകാൻ കാര്യം എന്നാ? എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം. വിശ്വാസം കേൾവിയിൽ നിന്നും, 10:17 കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈശോയെക്കുറിച്ച് കേട്ടോണ്ടിരിക്കുക, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കേട്ടോണ്ടിരിക്കുക, വിശ്വാസം കേട്ടോണ്ടിരിക്കുക. അപ്പോൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഓരോ കാര്യങ്ങളെ ഇങ്ങനെ എടുത്ത് തോപ്പിക്കാൻ നമുക്ക് പറ്റും. രക്ഷയുടെ പടത്തൊപ്പ് എണിയുക, ദൈവവചനമാകുന്ന ആത്മാവിന് വാളെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പ് എണിയുക. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാവണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അതായത് ഞാനിങ്ങനെ വെറുതെക്കാരനൊന്നുമല്ല, ഈശോയെ രക്ഷിച്ചതാണ്. ഹെബ്രായ 7:15 തന്നിനോട് ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. യെശയ്യാ 53:5 അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവുകളെ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവുകളെ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അതിങ്ങനെ പടത്തൊപ്പയായിട്ട് അണിയണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഞാൻ പടത്തൊപ്പയായിട്ട് അണിയാന്ന് വെച്ചാൽ അതിൻ്റെ തൊപ്പിയാണ്, എൻ്റെ കിരീടമാണത്. ഈ കിരീടവും വെച്ചിട്ട് ഞാൻ പോവാം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. അതായത് അങ്ങനെയുള്ളവന് പിന്നെ ഒരു വിഷമത്തിൻ്റെ കാര്യമില്ല. ഒരു പാപം ചെയ്ത് കഴിയുമ്പോഴേക്കും അവൻ അങ്ങോട്ട് ഭയങ്കര വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവനെ അറിയാം, ഈശോനെ രക്ഷിച്ചു, എൻ്റെ ഈ പാപത്തിന് വേണ്ടി കർത്താവ് കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ ഈശോ രക്ഷിച്ചു. ഞാനിങ്ങനെ തകർന്നിരിക്കുവാണെങ്കിൽ തകർന്ന് എനിക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു, എന്നെ രക്ഷിച്ചു എന്നൊരു ബോധ്യം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. വചനമുണ്ട്, പ്രത്യാശ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. നമ്മൾ പാപത്തിലായാലും നമുക്ക് വേണ്ടി ഈശോ മരിച്ചു, നമ്മളെ ഈശോ രക്ഷിച്ചു. ഈ ഒരു ബോധ്യമുള്ളവൻ അവനിങ്ങനെ തകർന്നു പോകത്തൊന്നുമില്ല. അവനറിയാം ഓരോ നിമിഷവും ഈശോ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈശോ നമ്മളെ രക്ഷിച്ചു, ഈ രക്ഷ നമ്മളിങ്ങനെ സ്വന്തമാക്കിയാൽ മതി. ഈശോ നമ്മളെ രക്ഷിച്ചു, ആ രക്ഷ നമ്മൾ സ്വന്തമാക്കിയാൽ മതി എന്നുള്ള ബോധ്യത്തിൽ അവന് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം അതൊരു പടത്തൊപ്പിയാണ്. ആ പടത്തൊപ്പിയാണ് ഇങ്ങനെ പോകണം. അതായത് ആ തൊപ്പിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്നാ, നമ്മൾ വിഷയം വരുന്ന സമയത്ത് അങ്ങ് വീണു പോകും. ഞാൻ തകർന്നു പോയി, അങ്ങ് വീണു പോകും. ഈ തൊപ്പി വെച്ച് വേണം നമ്മൾ പോകാൻ വേണ്ടി, ഈ ഒരു കിരീടം വെച്ച് വേണം പോകാൻ വേണ്ടി. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഈ വാള് നമ്മുടെ കയ്യിലുണ്ടാവണം, ആത്മാവിന്റെ വാൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ വാള് പിടിച്ച് വേണം പോകാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ വാള് വെച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റണം. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. ആത്മാവിന് ഒരു വാളുണ്ട്, അത് ദൈവവചനമാണ്. ആത്മാവിന് ഒരു വാളുണ്ട്, ദൈവവചനമാണ്. ആത്മാവിനെതിരെ ഒരു പാപം വരുന്ന സമയത്ത് അതിനെ വെട്ടാൻ ആത്മാവിനൊരു വാളുണ്ട്, അത് ദൈവവചനമാണ്. അതായത് നമ്മുടെ ആത്മാവ് ഒരു വാളും പിടിച്ച് നിൽക്കുക. അപ്പം അതിനെതിരെ പ്രലോഭനം വരുന്നു. അതിന് പ്രലോഭനം വരുമ്പോഴേക്കും ആത്മാവിനെ വെട്ടും. എന്നിട്ട് പറയും, പ്രലോഭനം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി ഞാൻ തരും. 1 Corinthians 10:13 വെച്ച് വെട്ടും, അതിനെ വെട്ടും. നമ്മുടെ ഉള്ളിലേക്ക് ഒരു കണ്ണിന്റെ പ്രലോഭനം വരുന്നു. അപ്പോഴേക്കും പറയുന്നത് മത്തായി 5:28 വെട്ടും. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളെ വിചാരം ചെയ്ത് കഴിഞ്ഞു, വെട്ടും. അങ്ങനെ ഈ അസ്വസ്ഥത വരുന്നു. യോഹന്നാൻ 14:1 വെച്ച് വെട്ടും. നിങ്ങൾക്ക് അസ്വസ്ഥമാകേണ്ട, ദൈവത്തെ വിശ്വസിക്കുകയും എന്നെ വിശ്വസിക്കുകയും എന്ന് വെട്ടും. ഇതൊന്നും ഇല്ലാത്തവൻ എന്ത് ചെയ്യും? ഈ വാൾ അവനില്ല, അവന്റെ ആത്മാവ് പതുക്കെ പിശാച് കൈക്കലാക്കും. ഈ വാളുള്ളവൻ എന്താ? അവനിങ്ങനെ വെട്ടി പിശാചിനെ വെട്ടി അവൻ സ്വർഗത്തിൽ പോകും. അപ്പം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ നമുക്കുണ്ടാവണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിരായുധരായി നിൽക്കേണ്ടി വരും. സോ ഈ വാൾ എടുത്ത് വേണം മുമ്പോട്ട് പോകാൻ വേണ്ടി. എഫെസോസ് 6:18 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും, അവിശ്രാന്തം ഉടർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എല്ലാ സമയവും ഓരോ സമയവും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ അങ്ങ് പോയാൽ, ഇതുപോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിശാചിനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ശക്തരായ ഈശോയുടെ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ വളരാൻ നമുക്ക് പറ്റും. സോ ഈ വചനം നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഈ വചനം നമ്മളെ ഇങ്ങനെ ശക്തമാക്കി ഇങ്ങനെ ഈശോയിലോട്ട് ഇങ്ങനെ നിറയ്ക്കട്ടെ. അതെ.